ദുറൂസുൽ ഇഹ്സാൻ പഠിക്കും, അഖ്ലാഖ് പഠിക്കും. അല്ലേ? ഇന്നലകളിൽ ഒരുപാട് മഹത്തുക്കളായ ആളുകൾ ജീവിച്ച ജീവിത രീതി താരീഖിലൂടെ പഠിക്കും. അത് അവരുടെ ജീവിതത്തിലേക്ക് അവർ അനുവർത്തിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് അതങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷേ അവർക്ക് മുമ്പിൽ ലൈവായി നിൽക്കുന്ന ഏറ്റവും ബന്ധപ്പെട്ട ഒരാളുണ്ട്, അത് മാതാപിതാക്കൾ. അവരുടെ ജീവിതമാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മാതൃക. മദ്രസ ഉസ്താദ് പറയും, കളവ് പറയാൻ പാടില്ല, അല്ലേ? സത്യമേ പറയാൻ പാടുള്ളൂ. മൊയ്തി ശൈഖ് തങ്ങളെ ഉമ്മ അയച്ച കഥ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുട്ടി അങ്ങനെ പഠിക്കും, അല്ലേ? സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. വീട്ടിൽ നിന്ന്, അല്ലേ, ആരെങ്കിലും കടം കൊടുക്കാനുള്ള ആൾ വിളിച്ചെങ്കിൽ ഉപ്പാനെ വിളിച്ചാൽ ഫോണ് എടുത്തിട്ട് ഉപ്പ ഇല്ല, ഫോണ് മറന്നിട്ട് പോയിന്ന് പറഞ്ഞേന്ന് പറയും, അല്ലേ? ഇല്ലെങ്കിൽ ഉപ്പ ടോയ്ലറ്റിലല്ലേ എന്ന് പറഞ്ഞേ പറയും. അങ്ങനെ എന്തെങ്കിലും പറയും. സ്വാഭാവികമായിട്ട് ഇത് 6, 7, 8, 10 വയസ്സുള്ള കുട്ടി ഇത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഉസ്താദ് സത്യം പറയണമെന്ന് പറഞ്ഞിന്, നബി അങ്ങനെ പറഞ്ഞിന്, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിന്, നല്ല പറഞ്ഞിന്. പക്ഷെ ഉപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പം അതൊക്കെ അങ്ങനൊക്കെ മതി. ചിലപ്പോൾ ഉമ്മ, അല്ലേ, ഗൾഫിലുള്ള ഉപ്പമാരാണെങ്കിൽ ഉമ്മ എവിടെയെങ്കിലും വിരുന്നിന് പോയിട്ടുണ്ടെങ്കിൽ, അല്ലേ, ഉമ്മ പറയും, ഉപ്പാട് പറഞ്ഞിട്ടുണ്ടാ വിളിച്ചാൽ, അല്ലേ, ഇല്ല വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും. ഉപ്പാനെ പേടിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ പറയുന്നത് എന്താണ് മക്കളോട്? അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിത രീതിയിൽ നാം അറിയാതെ നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ചില അസത്യങ്ങൾ അല്ലെങ്കിൽ അനിസ്ലാമികമായ വിഷയങ്ങൾ നമ്മളറിയാതെ പ്രാക്ടിക്കലായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. നേരത്തെ തങ്ങൾ പറഞ്ഞ പോലെ 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ 5ാം വയസ്സും 6ാം വയസ്സാകുമ്പോൾ കുട്ടി ദീന് പഠിക്കാൻ വേണ്ടി വരുന്നു. എങ്ങനെ? കൃത്യമായ കറാഹത്ത് തലയിൽ, അല്ലേ, ഏതെങ്കിലും തരത്തിലുള്ള മുടിയൊക്കെ വെട്ടി, അല്ലേ, സുന്നത്തെടുക്കണമെന്ന് പറയുന്ന ഫർള് പഠിപ്പിക്കുന്ന മദ്രസയിലേക്ക് വരുമ്പോൾ കറാഹത്തായിട്ടാണ് മക്കൾ വരുന്നത്. അപ്പൊ ഈ നൂറാനിയത്ത് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്താൽ പകരൂല സ്വാഭാവികമായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഭൂമി, ഈ മഹൽ വ്യക്തി ഇവിടെ നമുക്ക് ദാനം ചെയ്തത്. ഈ മദ്രസ സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കിയത് ഒരുപാട് ആളുകളുടെ വേർപ്പ് തുള്ളികളാണ്. ഈ മഹലിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാര്, അവർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മളൊക്കെ അധ്വാനത്തിന്റെ ഒരു മൂല്യം എടുത്തു വെച്ചുകൊണ്ടാണ്. ഉസ്താദുമാരിവിടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പാദിക്കാൻ ഒരുപാട് ജോലികൾ ഉണ്ടായിട്ട് പോലും പരിശുദ്ധമായ ദീനി ദഅവത്ത്, അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ആ പുണ്യമായ ദൗത്യമാണ്. അത് ചെയ്യൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബാധ്യതയാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി ഇവിടെ വന്ന്, അല്ലേ, ഈ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്നതാണ്. അതിനുവേണ്ടി വേദിയൊരുക്കാൻ വേണ്ടി സമസ്തയും സംവിധാനങ്ങളും കാലോചിതമായ മദ്രസ സംവിധാനങ്ങളും ക്ലാസ്സുകളും മുഫദ്ദിസുമാരും പാദവാർഷികം അർദ്ധവാർഷിക പരീക്ഷകൾ, പാഠപുസ്തകങ്ങൾ, മാറ്റങ്ങൾ, ശില്പശാലകൾ, റേഞ്ചുകൾ, ജനറൽ ടോക്കുകൾ തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങൾ അങ്ങനെ അവരൊരുക്കുന്നുണ്ട്. കാലോചിതമായി ക്ലാസ് മുറികളൊക്കെ സ്മാർട്ട് ക്ലാസ് മുറികൾ ആകുന്നുണ്ട്. പക്ഷേ നമുക്കൊക്കെ പറയാനുള്ളത്, മദ്രസകൾ എമ്പാടുണ്ട്, പള്ളികളുണ്ട്, വാളുകളുണ്ട്, സംവിധാനങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട്. തലമുറയൊക്കെ കഞ്ചാവിന്റെയും ലഹരിന്റെയും മറ്റുള്ള ദുർഗുണ എല്ലാ പാഠങ്ങളിൽ നിന്നും എന്തൊക്കെ പഠിച്ചുകൊണ്ട് മക്കള് ദുസ്വഭാവികളായി നമുക്കിടയിൽ നടന്നു നീങ്ങുന്നുണ്ട്. നമ്മളൊക്കെ അന്തം വിട്ടുകൊണ്ട് പലപ്പോഴും ഈ പ്രയാസങ്ങളൊക്കെ കണ്ട്, അല്ലേ, സ്വന്തം മകൻ തന്നെ കുടുംബത്തിലെ ആളുകളൊക്കെ കൊന്ന വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ അന്തം വിട്ടുകൊണ്ട് പലപ്പോഴും ഇത് പരസ്പരം കാഴ്ചവെക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണിതിന്റെ യഥാർത്ഥ, ആരാണിതിന്റെ പ്രതി, എന്താണിതിന്റെ പ്രയാസമെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. 2 വയസ്സുള്ള കുട്ടി, 1.5 വയസ്സുള്ള കുട്ടി നിങ്ങൾ നിസ്കരിക്കാൻ പറയാതെ തന്നെ നിങ്ങളെ മുമ്പിൽ വന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അല്ലേ? അറിയാതെ റുക്കൂ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞിട്ടല്ല, കുട്ടി കണ്ടുപഠിക്കുകയാണ്. മൊബൈൽ ഫോൺ എടുത്തിട്ട് ഗാലറി എടുത്ത് അവന് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുന്നുണ്ട്, ഫോട്ടോകൾ കാണുന്നുണ്ട്. അത് കണ്ടുപഠിച്ചതാണ്, പഠിപ്പിച്ചതല്ല. കുട്ടികളെ ഇപ്പൊ 4 വയസ്സുള്ള കുട്ടികളെ നമ്മൾ 3-4 കുട്ടികളെ ഇരുത്തിയിലാക്കിയാൽ ആ കുട്ടികൾ ഉപ്പയും ഉമ്മയുമായിട്ട് കളിക്കുന്നുണ്ടാവും.
ഒരു കുട്ടി ഉപ്പയാവും, ഒരു കുട്ടി ഉമ്മയാവും. നിങ്ങൾ സ്വകാര്യമായി ഒന്ന് വീക്ഷിച്ചു നോക്കിയാൽ ആ ഉപ്പാന്റെ ഉമ്മാന്റെ സംസ്കാരവും ആ കുട്ടിയുടെ കളിയിൽ നമുക്ക് മനസ്സിലാക്കും. ഉപ്പ എങ്ങനെയാണോ മക്കളോട് സംസാരിക്കുന്നത്, അല്ല ഭാര്യയോട് സംസാരിക്കുന്നത്, ആ ഭാഷ ഉപ്പയുടെ സംസാരത്തിൽ ഉണ്ടാവും. ഉപ്പയുടെ റോൾ എടുക്കുന്ന ആള്. ഉമ്മ എങ്ങനെയാണ് ഉപ്പയോട് സംസാരിക്കുന്നത്, ആ റോളും ആ കുട്ടിയെടുക്കും. അവരെ സ്വഭാവ പ്രകൃതത്തിൽ കാണും. ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുത്തല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഏറെ കുട്ടികളെ നമ്മൾ പറയാതെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിത രീതി കൊണ്ട് ഞാനും നിങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് പഠിപ്പിക്കലുകൾ, ഒരുപാട് അറിവുകൾ നുകർന്നു കൊടുക്കല് നമ്മുടെ ജീവിത രീതിയിലൂടെ നാം അറിയാതെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് സത്യത്തിൽ വലിയ തർബിയത്ത്. അത് തന്നെയാണ് വലിയ തർബിയത്ത്. ഇപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിൽ ഒരു 3 കുട്ടികളെടുത്ത് അവിടെ ആ കെട്ടിന്റെ അടുത്ത് പോയി കല്ലെറിഞ്ഞും ചീത്ത വിളിച്ചും തല്ലൂടിയും ഒക്കെ കളിക്കുമ്പോ ഏതെങ്കിലും ഒരു കുട്ടി വളരെ മോശമായ ഭാഷയിലെ അസഭ്യങ്ങൾ പറഞ്ഞാല് നമ്മൾ ആദ്യം ചോദിക്കുക, അല്ലേ? ആ കുട്ടി 6 വയസ്സോ 7 വയസ്സായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ കുട്ടിയെ ശകാരിക്കൂല. നമ്മൾ ആദ്യം ചോദിക്കുക ആര മോനും. നമ്മൾ ആദ്യം ചോദിക്കുക ആര മോനും. ഉപ്പ ഓന്റെ മോനാ, ബാക്കി അമ്മ പൂർത്തിയാക്കും, അല്ലേ? എന്തുകൊണ്ട്? സത്യത്തിൽ 7 വയസ്സായ കുട്ടിയെ അടിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. അള്ളാഹുവിന്റെ റസൂൽ സമ്മതിച്ചിട്ടില്ല, അതിന് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ കുട്ടിയൊക്കെ ശീലിക്കേണ്ട ശീലങ്ങളൊക്കെ ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇമാം ഗസാലി തങ്ങള് പറഞ്ഞിട്ടുണ്ട്, ലാഇബു വലദക സബ്അൻ വഅദ്ദിബു സബ്അൻ വശാരികു സബ്അൻ. ഒരു കുട്ടിയോട് നിങ്ങൾക്ക് 7 വയസ്സ് വരെ ആ കുട്ടിയുടെ ഏറ്റവും വലിയ കളിക്കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചാൽ സ്വന്തം ഉപ്പക്ക് പറയാൻ കഴിയണം ഞാനാണ്, ഉമ്മക്ക് പറയാൻ കഴിയണം ഞാനാണെന്ന്. ആ കൂട്ടുകാരനിലൂടെ വലിയ വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, വലിയ അറിവുകൾ പകർന്നു കൊടുക്കുന്നുണ്ട്. ആ കുട്ടിയുടെ സംസ്കാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനകരമായ പാഠങ്ങൾ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ 7 വയസ്സ് വരെയുള്ള കാലയളവിലാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉമ്മയാണ്, ഉപ്പയാണ്. അതാണ് അടിസ്ഥാനം. ചെറുപ്പകാലമിലുള്ള ശീലം, അല്ലേ? ചെറുപ്പകാലമിലുള്ള ശീലം എന്താണോ അത് തന്നെയാണ് പിന്നീട് അങ്ങോട്ട്. പിന്നെ 7 വയസ്സ് മുതൽ ആണ് പരിശുദ്ധമായ ദീനില് അദബ് പഠിപ്പിക്കാൻ നമ്മൾ തുടങ്ങുന്നത്. മുറു ഔലാദക്കും ഇദാ ബലഅ സബ്അ സിനീൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അങ്ങനെയാണ്. 7 വയസ്സാകുമ്പോൾ കുട്ടിയോട് നിസ്കരിക്കാൻ പറയാ, 10 വയസ്സാകുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുക, 10 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുക. അഥവാ ഒരു കുട്ടിയോട് 365 ദിവസം × 3, അല്ലേ? 3 വർഷമാകുമ്പോൾ 1000-ലേറെ ദിവസങ്ങൾ ഓരോ ദിവസവും 5 തവണ പറഞ്ഞ് 5000 തവണ ഒരു കുട്ടിയോടൊരു വിഷയം പറഞ്ഞിട്ട് കുട്ടി അനുസരിച്ചില്ലെങ്കിൽ തല്ലാനുള്ള അവകാശം നമുക്കുള്ളൂ. പക്ഷെ ഞാൻ പറയാ, ഇതൊന്നും പറഞ്ഞതുകൊണ്ടും തല്ലിയതുകൊണ്ടൊന്നും യേശൂല. അത് യേശേണ്ട സമയം സത്യത്തിൽ 7 വയസ്സ് വരെയുള്ള കാലയളവിൽ ആ കുട്ടി ഉമ്മയുടെയും ഉപ്പയുടെയും ജീവിതത്തിലൂടെ എന്താണോ കണ്ടുപഠിച്ചത് അതിൻ്റെ റിപ്പീറ്റേഷനേ നടക്കൂ. ആ റിപ്പീറ്റേഷൻ നടക്കുമ്പോൾ നിസ്കരിക്കുന്നുണ്ട്, നേരത്തെ റുക്കൂ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്. അതിൽ പോരായ്മകൾ തിരുത്തി കൊടുക്കാനേ കഴിയുമോ നമുക്ക്? റുക്കൂ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അങ്ങനെയല്ല. സുജൂദ് ചെയ്യേണ്ടത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അങ്ങനെ ഒരു ചിട്ട രൂപീകരിക്കൽ, അതിൻ്റെ പ്രക്രിയകളെ കൃത്യമായി ശുദ്ധികലശം നടത്തി പകർന്നു കൊടുക്കലേ 7 മുതൽ 14 വയസ്സ് വരെ നടക്കുകയുള്ളൂ. 14 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായി നമുക്ക് മാറാനും കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ ഒരു വൈകിയ വേളയിൽ ഞാൻ ഈ വിഷയത്തെ ഇനി ദീർഘിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മൾ ചില വിഷയങ്ങളെ വളരെ ഗൗരവപൂർവ്വം കണ്ട് തന്നെ അതിൻ്റെ ഗൗരവം അതിന് നൽകിക്കൊണ്ട് തന്നെ ചില മേഖലകളിൽ നാം ചില മാറ്റങ്ങൾക്ക് വിധേയമാക്കിയാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് ഈ തലമുറയെ, പ്രത്യേകിച്ച് ഈ വളർന്നു വരുന്ന തലമുറയെ നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അഥവാ എൻ്റെ കയ്യിൽ, അല്ലേ, നിങ്ങളുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ ഉണ്ടാവും, ചിലപ്പോൾ ഐഫോണൊക്കെ ആയിരിക്കും. ആ ഫോൺ എന്തെങ്കിലും ചെറിയ കേടുപാട് വന്നാൽ കിട്ടിയ ഷോപ്പുകളിൽ കൊണ്ടുപോയിട്ടൊന്നും നമ്മളിതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കൂല. നല്ല ടെക്നീഷ്യൻ്റെ അടുത്ത് നല്ല ഷോപ്പിൽ കൊണ്ടുപോയി നല്ല പൈസ ചിലവാക്കിയിട്ടേ നമ്മളതിന് ട്രീറ്റ് ചെയ്യുള്ളൂ. ഇനി എനിക്ക് നിങ്ങൾക്ക് അസുഖമായാലും അങ്ങനെ തന്നെ,
ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് മേഖലയിലും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടി കൃത്യമായി അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല ആളുകളെ തേടിപ്പിടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് മാത്രമേ അതിനുള്ള ചികിത്സകൾ നൽകുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ. ഇനി വീട് കെട്ടാണെങ്കിൽ നല്ല എഞ്ചിനീയർ എടുത്ത് പോയിട്ട് നല്ല പ്ലാൻ ഉണ്ടാക്കുകയുള്ളൂ, അല്ലേ? അതുപോലെ എനിക്ക് നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഏറ്റവും വിലമതിക്കപ്പെട്ട വസ്തു ഏതെന്ന് ചോദിച്ചാൽ അത് മനുഷ്യനാണ്. ഈ മനുഷ്യനായ ഈ പ്രിയപ്പെട്ട മക്കളെ പോറ്റാൻ വേണ്ടി നമുക്കൊക്കെ എന്ത് കോഴ്സാണുള്ളത്, എന്ത് അറിവാണുള്ളത്? പഴയ കാലത്തൊക്കെ നമുക്കൊരു കോഴ്സ് ഉപ്പപ്പമാർ തറവാട്ട് വീട്ടിൽ നിന്ന് വളരുമ്പോൾ തന്നിരുന്നു. ഉമ്മമാർ അരണ്ട് അവർ തരും, അല്ലേ? നമ്മളെ പേരക്കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കാനും ഉപ്പാനെയും ഉമ്മാനെയും ശാസിക്കാൻ ഉപ്പൂപ്പയും ഉമ്മൂമ്മയും നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് ഒരു മക്കളാകുന്നതിനായിട്ട് മുമ്പ് നമ്മളൊക്കെ സ്വന്തം വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ പാഠവും നമുക്ക് കിട്ടുന്നില്ല ഇന്ന്. അപ്പം ഈ മക്കളെ എങ്ങനെ വളർത്തും? അതിന് കൃത്യമായൊരു കോഴ്സ് എടുത്ത് നമ്മൾ പഠിക്കുക വേണം. എന്നാലേ വളർത്താൻ കഴിയുള്ളൂ. കാരണം ഇന്നത്തെ മക്കൾ അങ്ങനെയാണ്. അവരെ വളർത്തണമെങ്കിൽ ആ മക്കളെ വളർത്തേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്, അറിവുകൾ എന്തൊക്കെയാണോ അത് നമ്മൾ നേടിയേ മതിയാവും. അങ്ങനെ പഠിപ്പിച്ച് നമ്മുടെ ഈ സമുദായത്തെ ഒരു സാംസ്കാരികമായി ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് കൃത്യമായ തർബിയത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ വളർത്തിയാലേ ഈ മക്കളൊക്കെ നാളെ നമുക്ക് ഉപകരിക്കുന്ന, നാം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് എത്തൂ. നമ്മളെ മക്കളൊക്കെ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവും ഒരു മഹൽ വ്യക്തിത്വവും ഇല്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഗ്രഹങ്ങളൊക്കെ ഓരോ വർഷവും കഴിയുമ്പോഴും ആഗ്രഹത്തിന് ഇങ്ങനെ കുറവ്, അല്ലെങ്കിൽ പ്രതീക്ഷക്ക് ഇങ്ങനെ കുറവ് സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ പ്രതീക്ഷക്കൊത്തിട്ട് മക്കൾ വളരുന്നില്ല. എവിടെയൊക്കെ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. ഈ മിസ്റ്റേക്ക് ആരെ ഭാഗത്താണ്? എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നതാണോ? നാട്ടിലെ കൂട്ടുകെട്ടുകൊണ്ടുണ്ടാകുന്നതാണോ? മദ്രസയിലെ ഉസ്താദുമാരുടേതാണോ? ഉമ്മമാരുടേതാണോ? ഈ പ്രയാസങ്ങൾ പലപ്പോഴും ഈ ചോദ്യങ്ങൾ നമുക്ക് മുമ്പിൽ ഇങ്ങനെ ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഉത്തരം കണ്ടെത്തേണ്ടെങ്കിൽ നമുക്ക് ആദ്യം പ്രസവിച്ച ഉമ്മയും, അല്ലേ, പോറ്റി വളർത്തുന്ന ഉപ്പയും ഞാൻ ഈ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഒരു രക്ഷിതാവായിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയണം. അവിടുന്നാണ് തുടങ്ങേണ്ടത്. കുട്ടി 5 വയസ്സ് വരെ നമ്മളെ മടിത്തട്ടിലുള്ളത്. അവിടുന്നാണ് കുട്ടിക്ക് ഏറ്റവും ആദ്യത്തെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. അതിന്ന് തുടങ്ങുകയാണ് കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. പ്രിയപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങളോട്, പ്രത്യേകിച്ച് മഹൽ നിവാസികളായ ഇതിൻ്റെ നേതാക്കന്മാരോട്, പ്രിയപ്പെട്ട ഉസ്താദുമാരോടൊക്കെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും നമുക്കിടയിൽ നടക്കുന്നുണ്ടെങ്കിലും കൃത്യമായി പാരന്റിങ് എന്താണ് രക്ഷിതാവ്, എന്താണ് രക്ഷകർത്തം, നേരത്തെ ഗസാലി ഇമാമ് പറഞ്ഞതുപോലെ ലായിബ് വലദക സബ്അൻ വഅദ്ദിബു സബ്അൻ തുടങ്ങിയ ആ ഒരു പ്രക്രിയയിലൂടെ പരിശുദ്ധമായ ദീനീ സംസ്കാരങ്ങളെ കൃത്യമായ ബാലപാഠം നമ്മുടെ മക്കളിലേക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതം കൊണ്ട് പകർന്നു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ മാറുന്ന രീതിയിലേക്ക് ആ ഒരു തരത്തിൽ എന്താണ് പാരന്റിങ് എന്ന് നമുക്ക് നമ്മുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു തലമുറയെ പരിശുദ്ധമായ ദീനി ദഅവത്ത് നൽകിക്കൊണ്ട് സംസ്കാരങ്ങൾ പകർന്നുകൊണ്ട് ഈ നാടിൻ്റെ നാളത്തെ നേതൃത്വം അവരാണ്. അവരെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് ഈ സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി ഇവിടെ മുന്നോട്ട് വന്ന ഇതിൻ്റെ മഹൽ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ ഈ സ്ഥലം നൽകിയ മഹൽ വ്യക്തിത്വങ്ങൾ, അതുപോലെ ഈ മദ്രസ കെട്ടിടത്തിന് സംഭാവന നൽകിയവർ എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകി അള്ളാഹു അവരെ ഇരു വീട്ടിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൻ്റെ സംഘാടകർക്കൊക്കെ അള്ളാഹു അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അള്ളാഹു റഹ്മത്തും ബറക്കത്തും നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരരെ, ഉദ്ഘാടന സെഷൻ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളോട് അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് ഷമീർ ദാരിമി കൊല്ലം ഉസ്താദ് അവർകളാണ്. അവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്.
ഇൻഷാ അല്ലാ ഭയപ്പെടേണ്ട കാലങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് സവിസ്തരമായി അവർ പ്രസംഗിക്കും. എല്ലാവരും നേരത്തെ വന്ന് അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൃത്യം 8:30-9 മണിൻ്റെ സമയത്ത് വാത് തുടങ്ങും. എല്ലാവരും പെട്ടെന്ന് പോയി ഫ്രഷായി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും വളരെ വിഷമങ്ങൾ സഹിച്ച് പ്രായത്തിൻ്റെ ആധിക്യത്തിനും ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ അവർകൾ നമ്മളോട് വന്ന് നമ്മളെ ഫംഗ്ഷന് നേതൃത്വം നൽകി മദ്രസ ഉദ്ഘാടനം ചെയ്തു, ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തു, നല്ല സവിസ്തരമായി പ്രസംഗിച്ചു. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥന നന്ദിയായി അർപ്പിക്കുന്നു. ഇവിടെ നമ്മളോട് വളരെ സവിസ്തരമായി പ്രസംഗിച്ച മാസ്തിക്കൊണ്ട് അവർകൾക്കും നന്ദി അർപ്പിക്കുന്നു. മറ്റിവിടെ വന്ന് സഹകരിച്ച എല്ലാവർക്കും ചുറ്റുഭാഗത്തുള്ള ജമാഅത്തിൽ നിന്ന് ഉസ്താദന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്, ജമാഅത്ത് പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്, അതുപോലെ റേഞ്ച് പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ എല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് 3 സലാത്തോടുകൂടെ യോഗം അവസാനിപ്പിച്ചതായിരിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഹലോ ഇന്ന് രാത്രി കൃത്യം 8:30 പ്രഭാഷണ വേദിയിലെ ഇടിമുഴക്കം ഉസ്താദ് ഷമീർ ദാരിമി കൊല്ലം ഭയപ്പെടേണ്ട കാലങ്ങൾ എന്ന പ്രസക്തമായ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് ഷമീർ ദാരിമി കൊല്ലം ഉസ്താദിന്റെ പ്രൗഢമായ പ്രഭാഷണം ശ്രവിക്കാൻ ഈ നാട്ടിലെ നല്ലവരായ സ്നേഹജനങ്ങളെയും പരിസര നാട്ടിലെ നല്ലവരായ സഹോദരന്മാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മഹത്തായ പരിപാടിയുടെ 1-ാം ദിവസമായി ഇന്ന് രാത്രി ബഹുമാനപ്പെട്ട ഷമീർ ദാരിമി കൊല്ലം ഉസ്താദിന്റെ പ്രഭാഷണ വേദിയിൽ പ്രൗഢമാകുമ്പോൾ മുഹമ്മദ് അനീഫ് സയ്യിദ് ഇമാനിയ, ആശം ബേടകം, മുഹമ്മദ് സംസം, കെ എം അഹമ്മദ് തുടങ്ങിയ നമ്മുടെ സമ്പന്നതരായ നേതാക്കൾ വേദിയെ പ്രൗഢമാക്കുന്നു. ഈ നാട്ടിലെ നല്ലവരായ സ്നേഹജനങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
check, low, 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 check, check, low, check, check, low, check, low, check, low, 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 check, check, low, 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 check.